ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ അനുമോൾക്ക് ഒരു വലിയ തെറ്റ് സംഭവിക്കുന്നുണ്ട്. ഒരു വലിയ വീഴ്ച. ഒന്നാമത്തെ കാര്യം അനുമോള് എല്ലാം പേഴ്സണൽ ആയിട്ട് എടുക്കുന്നു എന്നുള്ളത് അനുമോളിന്റെ ഒരു പ്രശ്നമാണ്. ആരുമായിട്ടും ആ ഒരു പേഴ്സണൽ ഗ്രിഡ്ജസ് വെക്കാൻ പാടില്ല എന്നൊക്കെ അവിടെ എല്ലാവരും പറയുന്നുണ്ടെങ്കിലും അനുമോൾക്ക് അത് പറ്റാറില്ല. അനുമോള് പേഴ്സണലി എല്ലാം എടുക്കുന്നുണ്ട്. ദേഷ്യമായിക്കോട്ടെ, വിഷമമായിക്കോട്ടെ, ഇതെല്ലാം പേഴ്സണലി ആണ് എടുക്കുന്നത്. കാരണം ഇതൊരു ബിഗ് ബോസ് ഷോ ആണെന്ന് ഇപ്പോഴും അനുമോൾക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബിഗ് ബോസ് ഷോയ്ക്ക് വേണ്ടിയിട്ടല്ല അനുമോൾ അവിടെ വന്നിരിക്കുന്നത്. പകരം ലൈഫ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോഴും അനുമോൾക്ക് വിഷമം വരുന്നതും മറ്റുള്ളവർ അങ്ങനെ ചെയ്യുന്ന ഒരു തെറ്റ് കാണുമ്പോൾ അനുമോൾ അത് ഇത്രയും പ്രൊവോക്ഡ് ആകുന്നതും. ബാക്കി എല്ലാവരും ഇമേജ് കോൺഷ്യസ് ആണ്. അനുമോൾ ആ ഇമേജ് കോൺഷ്യസേ അല്ല. അനുമോള് ഇമേജ് ചിന്തിക്കാതെ, അതായത് പുറത്ത് എന്ത് സംഭവിക്കും, പുറത്ത് ആര് നമ്മളെ എന്ത് പറയും എന്ന് അനുമോള് ചിന്തിക്കുന്ന ഒരു ക്യാരക്ടർ അല്ല. ഇന്ന് പക്ഷെ അനുമോൾക്ക് ഒരു തെറ്റ് പറ്റി. പൊതുവെ ഈ കിച്ചൺ ടീമിലേക്ക് വന്ന അന്നു മുതല് അനുമോള് രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി കിച്ചണിൽ വന്ന് ആഹാരം പാചകം ചെയ്യുന്നതെല്ലാം തുടങ്ങും. അങ്ങനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇന്നിപ്പോ ലാസ്റ്റ് ഡേ, ഇന്നും കൂടിയേ ഉള്ളൂ കിച്ചൺ ടീം. അപ്പൊ ആ ഒരു ടീം വന്നപ്പോഴത്തേക്കും അനുമോൾക്ക് ആ ഒരു ചൂടുണ്ടായിരുന്നില്ല. മേ ബി അതിന്റെ കാരണം ഇന്നലത്തെ ആ ഒരു ടാസ്കിൽ നന്നായിട്ട് ഫിസിക്കലി എല്ലാവരും ആക്റ്റീവ് ആയിരുന്നു. അതിന്റെ ക്ഷീണമൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഇന്ന് അനുമോള് രാവിലെ എഴുന്നേറ്റ് കിച്ചണിൽ കയറിയിട്ടില്ല. അനുമോളും ടീമും രാവിലെ കിച്ചണിൽ കയറിയിട്ടില്ല. എന്തുകൊണ്ട് അനുമോളിനെ പറയുന്നു എന്ന് വെച്ചാൽ, ആ ടീമിൽ ഏറ്റവും കൂടുതലും കിച്ചണിൽ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തത് അനുമോളാണ്. മറ്റുള്ളവർ കൂടുതലായിട്ട് വർക്ക് ചെയ്യാൻ വന്നാലും അനുമോൾ എല്ലാം ഒറ്റയ്ക്ക് ചെയ്തോളാം എന്നുള്ള ഒരു സ്മാർട്ട്നെസ് കാണിക്കാറുണ്ട്. ഒന്നാമത്തെ കാര്യം, ആഹാരം പാചകം ചെയ്യുന്നതിൽ അനുമോളാണ് മിടുക്കി. ബാക്കി എല്ലാവർക്കും, ഈവൻ ശാരിക ഉൾപ്പെടെ അരിഞ്ഞു കൊടുക്കാനും മറ്റ് ഹെൽപ്പിനും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി എല്ലാവർക്കും ഈ പറയുന്ന ഉള്ളി തൊലിക്കുക, മറ്റേത് അരിയുക, ഇളക്കുക, ഇതൊക്കെയാണ് പരിപാടി. പക്ഷെ കുക്ക് ചെയ്യാൻ അനുമോൾക്കേ അറിയൂ. അതുകൊണ്ട് തന്നെയാണ് അനുമോളിനെ ഞാൻ കുറച്ച് ഡോമിനേറ്റ് ചെയ്ത് പറയുന്നത്. അപ്പൊ ഇന്നത്തെ ദിവസം അനുമോൾ ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റത്. മൊത്തം ടീമും ലേറ്റ് ആയിട്ടുണ്ട്. അതിന്റെ കൂടെ രാവിലെ കോഫിയുടെ പേരിൽ ഒരു വഴക്ക് നടന്നിട്ടുണ്ട്. അപ്പോഴും സമയം കുറെ പോയി. അപ്പോൾ ഈ ഒരു വഴക്കെല്ലാം കഴിഞ്ഞിട്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ്, ഇപ്പൊ കുറച്ചു മുന്നെയാണ് ആ ബ്രേക്ക്ഫാസ്റ്റ് അവർക്ക് എല്ലാവർക്കും കിട്ടിയത്. ഒന്നാമത്തെ കാര്യം, ഇന്ന് ഫുഡിന്റെ റിസോഴ്സസ് അവർക്ക് കുറവാണ്. അതായത് ഗോതമ്പ് ആയിക്കോട്ടെ, മറ്റു സാധനങ്ങളെല്ലാം ഇന്ന് കുറവാണ്. അത് മാത്രമല്ല, ഇന്ന് ഈ 18 പേർക്ക് 3 ചപ്പാത്തി എന്ന കണക്കിൽ 54 ചപ്പാത്തി എല്ലാവർക്കുമായിട്ട് പരത്തി ചുടണം. അപ്പോൾ അത് അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് കിച്ചണിൽ ബാക്കി കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതിയും അനുമോളും കൂട്ടരും പറയുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഇടയിൽ അനുമോള് മറ്റൊരു അബദ്ധം കാണിച്ചു. അവിടെ കിഴങ്ങങ്ങാണ്ട് എടുത്ത് തൊലിക്കാൻ നേരത്ത് നൂറയും ആദിലയും ഒക്കെ പറയുന്നുണ്ട്, നമുക്കവിടെ പരിപ്പ് കറി വെക്കാം, ഡാല് കറി വെക്കാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ അനുമോള് ഒരു കുറച്ച് മേധാവിത്വം കാണിച്ചിട്ട് തന്നെ ഇത് സമ്മതിക്കാതെ അനുമോള് വീണ്ടും കിഴങ്ങും തക്കാളി എല്ലാം ഇട്ട് വേറെന്തോ കറി വെക്കാനാണ് പോയത്. നേരെ മറിച്ച് ആദിലയൊക്കെ പറഞ്ഞതുപോലെ ആ ഒരു പയറുകറി വെച്ചിട്ടാണെങ്കിൽ കുറച്ച് ഈസി ആയിരുന്നേനെ, കുറച്ച് പെട്ടെന്നായേനെ എന്ന് ആദില അവിടെ തർക്കിക്കുന്നുണ്ട്. അങ്ങനെ ഇന്ന് ഇത്രയും ലേറ്റ് ആയപ്പോഴത്തേക്കും ഷാനവാസ്, മെയിൻലി ഷാനവാസ് ആണ്. അതിനൊരു റീസൺ ഉണ്ട്. ഷാനവാസിന് ടാബ്ലറ്റ് കഴിക്കാനുള്ളതാണ്. അപ്പൊ ഈ ഫുഡ് കഴിച്ചിട്ട് വേണം ഷാനവാസിന് ആ ടാബ്ലറ്റ് കഴിക്കാൻ. അപ്പം ആദ്യമൊക്കെ വളരെ ക്ഷമയോടെ ഷാനവാസ് ആ കിച്ചണിന്റെ അടുത്ത് വന്ന് നോക്കുന്നതൊക്കെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അപ്പൊ തന്നെ എനിക്ക് അറിയാമായിരുന്നു ഇതെന്തായാലും ഒരു അടിയിലേക്ക് മാറുമെന്ന്. പിന്നെ ഒനീലും അക്ബറും എല്ലാവരും ഈ പറയുന്ന വഴക്കിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ അക്ബറൊക്കെ വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് എനിക്ക് സംസാരിച്ചതായിട്ട് ഇന്ന് തോന്നി. ആക്ട് ചെയ്യാണോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പാനിയും അതേപോലെ തന്നെ, അപ്പാനി കിച്ചൺ ടീമിൽ ഉണ്ടായതുകൊണ്ടായിരിക്കാം അക്ബർ അങ്ങനെ സംസാരിച്ചതെന്ന് നമുക്ക് ചിന്തിക്കാം. പിന്നെ അപ്പാനി അനുമോളെ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഇന്ന് ഞങ്ങൾ കുറച്ച് താമസിച്ചു പോയി, നിങ്ങളൊന്ന് ക്ഷമിക്ക് എന്നൊക്കെയാണ് അപ്പാനി പറയുന്നത്. അനുമോളെ ആരും കുറ്റം പറയുന്നില്ല. ആകെ കൂടി കുറ്റം പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയത് ആദിലയാണ്. അത് വേറൊന്നിനുമല്ല, നമ്മൾ പറഞ്ഞ കണക്ക് നിനക്ക് ഈ പറഞ്ഞ പരിപ്പ് കറി എങ്ങനെ വെച്ചാൽ പോരായിരുന്നോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അക്ബർ വന്നിട്ടും പറയുന്നുണ്ട്, വളരെ നല്ല ഫുഡാണ് നിങ്ങൾ തരുന്നത്, പക്ഷെ ഇന്ന് ഇത്രയും ലേറ്റ് ആവേണ്ട കാര്യമില്ലായിരുന്നു, ഇത്രയും ലേറ്റ് ആക്കിയത് എന്ത് എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ കുറച്ച് ഓവർ ആക്ട് ചെയ്തത് എനിക്ക് ആര്യനായിട്ടാണ് തോന്നിയത്. ആ ഒരു ഏരിയയിൽ നെവിൻ വരുന്നില്ല. നെവിൻ ഓൾമോസ്റ്റ് കിച്ചണിന്റെ ടീമാണ്. പിന്നെ ഓൾമോസ്റ്റ് നെവിൻ ഇത്തരത്തിലുള്ള വഴക്കിനൊന്നും വരാറില്ല. പക്ഷെ ആര്യനാണെങ്കിൽ മാവൊന്നും ഇല്ലായിരുന്നല്ലോ. വളരെ കുറച്ച് മാവിനകത്താണ് ഈ 54 ചപ്പാത്തിയോ ദോശയൊക്കെ ചുടുന്നത്. അപ്പോൾ ആര്യൻ ഒരു ചെറിയ ദോശ എടുത്ത് ഇങ്ങനെ പൊക്കി കാണിച്ചിട്ട്, ചപ്പാത്തി പൊക്കി കാണിച്ചിട്ട് പറയുന്നുണ്ട്, ഇതെന്താണ് ഇത്, ഒരു ഇതിനകത്ത് 3 എണ്ണം ചുടണം എന്ന് കരുതിയിട്ട് ഇതെന്താണ് ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനോട് യോജിക്കാൻ കഴിയില്ല. കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി മാവ് കുറവാണ്. ഇത് അനുമോളുടെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ അപ്പാനിയോ ശാരികയോ നൂറയോ ഒന്നും വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന മാവല്ല, റേഷനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ആര്യന്റെ ഒരു ബിഹേവിയർ അതിനകത്ത് ഭയങ്കര മോശമായിട്ട് ഫീൽ ചെയ്തു. ബിക്കോസ് ആര്യൻ ഒരു ക്യാപ്റ്റൻ കൂടിയാണ്.
പിന്നെ ബാക്കി ചോദിച്ച ഷാനവാസൊക്കെ ചോദിച്ച ചോദ്യം വളരെ കറക്റ്റ് ആണ്. കുറച്ചുകൂടെ നേരത്തെ അവർക്ക് എഴുന്നേൽക്കാമായിരുന്നു. ഈവൻ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ അനീഷ് കളിയാക്കുകയും ചെയ്തു. ഈ നമ്മൾ പറയാറില്ലേ പുത്തനച്ചി പുരപ്പുറം തൂക്കും എന്ന് പറയുന്നത് പോലെയാണ് അനുമോള് രാവിലെ എഴുന്നേറ്റ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അവസാനം ആയപ്പോഴത്തേക്കും ആ ഒരു തീ അതങ്ങ് അണഞ്ഞു പോയി. അപ്പൊ അനീഷ് പറയുകയും ചെയ്യുന്നുണ്ട്. ആദ്യമൊക്കെ 5 മണിക്ക് എഴുന്നേറ്റു. ഇപ്പൊ ദാണ്ടെ അവസാനത്തെ ദിവസമായപ്പോഴത്തേക്കും 9 മണിക്കാണ് എഴുന്നേൽക്കുന്നത് എന്ന് പറഞ്ഞ് അനീഷിനെ കളിയാക്കുകയും ചെയ്യുന്നു. അനീഷും ജിസേലും ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഈ ലൈവിൽ നടന്ന ഈ ഒരു സംഭവം ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഈ ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കെ തന്നെ അനുമോള് ഭയങ്കര കരച്ചിലായി. അതിനോട് എനിക്ക് ഒരു യോജിപ്പും തോന്നിയില്ല. കാരണം ശരിയാണ്, അനുമോള് തന്നെ ഡോമിനേറ്റ് ചെയ്ത് അനുമോള് തന്നെയാണ് ഇത്രയും ദിവസം നന്നായിട്ട് ഫുഡ് കൊടുത്തത്. അതിനെ അക്ബറും ഷാനവാസും കൂടെ ചേർന്ന് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അനുമോള് തന്നെ എല്ലാ കാര്യങ്ങളും നേരിട്ട് ഏറ്റെടുത്ത് എല്ലാം ചെയ്തിട്ട് കുറ്റം കേൾക്കുമ്പോൾ അനുമോള് തന്നെ അതെല്ലാം ഏറ്റുവാങ്ങി സ്വന്തമായിട്ടിരുന്ന് കരയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അനുമോളാണ് അത്രയും ഡോമിനേറ്റ് ചെയ്ത് ഇത് ഞാൻ ചെയ്യും, ഇത് ഞാൻ ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞ അനുമോളാണ് അവിടെ ആ ഒരു കുറച്ച് ഡോമിനേഷൻ കാണിക്കുന്നുണ്ട്, കുറച്ച് ലീഡർഷിപ്പ് കാണിക്കുന്നുണ്ട്. നല്ല ക്വാളിറ്റിയാണ്. പക്ഷെ അന്നേരം ഈ പറയുന്ന ഒരു അവസ്ഥ എത്തിക്കാൻ പാടില്ല. ഇനി അവസ്ഥ എത്തിയാൽ തന്നെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും, ഞാനിപ്പോൾ തരാം എന്ന് പറയുന്നതിന് പകരം ചുമ്മാ ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. ഇത് അനുമോള് ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു ഇത് വെച്ചാൽ ഇപ്പൊ ഷാനവാസ് കിച്ചണിലേക്ക് വരുമ്പോൾ അനുമോള് ന്യായീകരിക്കാൻ പറഞ്ഞ ഒരു വാക്കുണ്ട്. നിങ്ങൾ സെറ്റിലാണെങ്കിൽ, ഷൂട്ടിംഗ് സെറ്റിലാണെങ്കിൽ ഇത് എനിക്ക് കറക്റ്റ് ആയിട്ട് സമയത്ത് ഫുഡ് കിട്ടുമോ, അപ്പൊ നിങ്ങൾ ഇതിനൊക്കെ പ്രശ്നം ഉണ്ടാക്കുമോ? അത് ഒന്നാമത്തെ കാര്യം, അത് ഷൂട്ടിംഗ് സെറ്റ്. ഇത് ബിഗ് ബോസ് ഹൗസ് ആണ്. ഇവിടെ ഫുഡ് കറക്റ്റ് ആയിട്ട് കിട്ടിയില്ലെങ്കിൽ ചോദ്യം ചെയ്യണം. ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് ഒരു കോണ്ടന്റ് ആണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, അനുമോൾ ഇപ്പോഴും ബിഗ് ബോസിലാണ് എന്നുള്ളൊരു ബോധത്തിലല്ല നിൽക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഷാനവാസ് അപ്പൊ മറുപടി പറയുന്നുണ്ട്, ഷൂട്ടിംഗ് സെറ്റിലാണെങ്കിലും ഞാൻ ചോദിക്കും. കാരണം എന്ന് വെച്ചാൽ പുള്ളിക്കാരന് മെഡിസിൻ കഴിക്കണം, അതൊരു ന്യായമായ കാര്യമാണ്. അപ്പോൾ ഏതായാലും ഇന്ന് ഈ ഒരു ഫുഡ് ലാഗായ കാര്യത്തിൽ അനുമോളുടെ ഭാഗത്തും അപ്പാനിയുടെ ഭാഗത്തും ആദില, നൂറ എല്ലാവരുടെ ഭാഗത്തും ഒരു തെറ്റുണ്ട്. അവർക്കൊന്നുകിൽ നേരത്തെ എഴുന്നേൽക്കാമായിരുന്നു, അല്ലെങ്കിൽ ആ കോഫിയുടെ പേരിൽ അടി ഉണ്ടാകുന്ന സമയത്ത് എല്ലാവരെയും പിടിച്ചു മാറ്റിയിട്ട് അവരുടെ വർക്ക് നോക്കാമായിരുന്നു. പിന്നെ മോർണിംഗ് ആക്ടിവിറ്റി ഇതിന്റെ ഇടയ്ക്ക് വന്നു. ആ മോർണിംഗ് ആക്ടിവിറ്റിക്ക് ശേഷം നെവിൻ അനുമോളെ നന്നായിട്ടൊന്ന് കുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അനുമോൾ അത്ര ഓക്കെ അല്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.